കോഴിക്കോട് ചെറുവണ്ണൂരിൽ തെരുവുനായുടെ ആക്രമണത്തിൽ 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു എന്നതാണ് വാർത്ത. കാക്കച്ചിപ്പറമ്പിൽ സ്നേഹലത, എടോടിപ്പറമ്പിൽ സുധ എന്നിവർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. ഷഹദ് റഹ്മാൻ ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹദ്, ഇത് തെരുവുനായ ശല്യമുള്ള മേഖലയാണോ? കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് വലിയ രീതിയിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമായിട്ട് തുടരുന്ന ഒരു മേഖലയാണ് ഇത്. പലതവണ നാട്ടുകാർ ബന്ധപ്പെട്ട അധികാരികളൊക്കെ അറിയിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ഈ സംഭവം നടക്കുന്നത് ഇന്നലെ ഉച്ചയോട് കൂടിയിട്ടാണ്. അതായത് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി വരുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ തെരുവുനായ ആക്രമിക്കുന്നത്. തുടർന്ന് ഈ തെരുവുനായ ആക്രമിച്ചത് കണ്ട് അടുത്ത വീട്ടിൽ നിന്ന് ഈ സ്ത്രീ ഓടി വന്ന് ഈ സ്ത്രീയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആ സ്ത്രീക്കും പരിക്കേൽക്കുന്നത്. അതായത് സ്നേഹലത അതുപോലെ തന്നെ സുധ, ഇവർക്ക് 2 പേർക്കുമാണ് ഇത്തരത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. പരിക്ക് കുറച്ച് ഗുരുതരമാണ്. പ്രത്യേകിച്ച് കൈക്കും അതുപോലെ തന്നെ മുഖത്തും ആണ് ഇത്തരത്തിൽ കടിയേറ്റിട്ടുള്ളത് എന്നുള്ളതാണ്. 2 പേർക്കും സമാനമായ രീതിയിൽ തന്നെയാണ് കടിയേറ്റിട്ടുള്ളത് എന്ന കാര്യം പറയുന്നുണ്ട്. സുധയുടെ കൈക്കും കാലിനും പിന്നീട് ഇത്തരത്തിൽ കുറെ പേരെ അധികം, അതായത് അവിടെ ഉണ്ടായിരുന്ന മറ്റ് കുറെ പേരെ ഇത്തരത്തിൽ ആക്രമിക്കാനുള്ള ആ ഒരു ശ്രമം നടന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ സ്ത്രീ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്. എന്തായാലും ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ സംഭവം, ഈ നായ കൂടുതൽ ആളുകളെ കടിക്കാൻ തുടങ്ങിയതോടുകൂടി നാട്ടുകാർ തന്നെ ഇതിനെ പിടികൂടാനുള്ള ശ്രമം നടത്തി. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ആ നായ ചത്തു എന്നുള്ളതാണ്. ഓക്കെ, 2 പേർക്കാണ് നായയുടെ കടിയേറ്റത്, 2 സ്ത്രീകൾക്കാണ് പരിക്ക്. അത്യാവശ്യം കാര്യമായ പരിക്കുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ ഷഹദിനോട് തെരുവുനായ ശല്യമുള്ള മേഖലയാണോ എന്ന് ചോദിച്ചിരുന്നു. അങ്ങനെ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. തെരുവുനായ ശല്യം ഇല്ലാത്ത ഏതെങ്കിലും മേഖലയുണ്ടോ എന്ന് ചോദിക്കലാകും ആ ചോദ്യത്തിനേക്കാൾ നല്ലത്.